നമസ്കാരം. കഴിഞ്ഞ 72 മണിക്കൂറുകൾക്കുള്ളിൽ രാജ്യത്തെ നിയമസംവിധാനവും രഹസ്യാന്വേഷണ ഏജൻസികളുമൊക്കെ ചേർന്ന് തകർത്തത് ഒരു വലിയ ഭീകരാക്രമണത്തിനുള്ള ശ്രമവും ഒരു വലിയ കലാപത്തിനുമുള്ള ശ്രമവുമാണ്. ഒന്ന് ഡൽഹിയിലായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം 4 ഖാലിസ്ഥാൻ ഭീകരവാദികൾ ഡൽഹിയിൽ പിടിയിലായി. അത് സംബന്ധിച്ച് വിശദമായൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനിയും കൂടുതൽ അറസ്റ്റുകൾ അത് സംബന്ധിയായി നടക്കും. ഖാലിസ്ഥാൻ ഭീകരവാദികൾ പിടിയിലായതിനെ സംബന്ധിച്ച് തത്വമേ ന്യൂസ് ഒരു പ്രത്യേക വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഈ വീഡിയോയിൽ അത് കൂടുതൽ പരാമർശിക്കുന്നില്ല. രണ്ടാമത്തേത് ഒരു വലിയ കലാപശ്രമം, അത് ഉത്തരാഖണ്ഡിലാണ്. ആ കലാപശ്രമം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തകർക്കപ്പെട്ടു. കലാപം എങ്ങനെയായിരുന്നു, കലാപത്തിൻ്റെ രീതി എന്താകുമായിരുന്നു എന്ന് ചോദിച്ചാൽ, മുൻപ് കശ്മീർ എങ്ങനെയായിരുന്നു, കശ്മീരിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ കല്ലെറിയലുണ്ടല്ലോ, സ്റ്റോൺ പെൽറ്റേഴ്സ് എന്ന് പറയുന്നു. കല്ലെറിയൽ ജീവിതോപാധിയാക്കി മാറ്റി 500 രൂപയ്ക്ക് കല്ലെറിയുവാൻ തെരുവിലിറങ്ങിയിരുന്ന ജിഹാദികളുണ്ടല്ലോ. അത്തരത്തിലുള്ളൊരു പ്രകടനം ഉത്തരാഖണ്ഡിൽ കാഴ്ചവെക്കുവാനായിരുന്നു ജിഹാദികൾ ഒരുങ്ങിയിരുന്നത് എന്ന് പറഞ്ഞാൽ വെറുതെയുള്ള ഒരുക്കമല്ല. അതിലേക്ക് ഞാൻ വരാം. എത്തരത്തിലായിരുന്നു അവരുടെ ഒരു മുന്നൊരുക്കങ്ങൾ എന്നുള്ളത്. ഡൽഹി കലാപത്തിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇവരുടെ ഒരുക്കങ്ങൾ. അതിനു മുമ്പ് അവർ ലക്ഷ്യം വെച്ചത് എന്തിനായിരുന്നു എന്നത് പരിശോധിക്കാം. അവർ ലക്ഷ്യം വെച്ചിരുന്നത് ചാർധാം യാത്ര എന്ന ഹൈന്ദവ തീർത്ഥാടനത്തെയായിരുന്നു. ചാർധാം യാത്ര പ്രേക്ഷകർക്ക് പരിചിതമായൊരു തീർത്ഥാടനമായിരിക്കും. പക്ഷേ പരിചയമില്ലാത്തവർക്ക്, അതിനെക്കുറിച്ച് അധികം അറിവില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് ചുരുക്കി പറയാം. 4 മഹാക്ഷേത്രങ്ങൾ, യമുനോത്രി, ഗംഗോത്രി, ബദ്രിനാഥ്, കേദാർനാഥ്. അതിൻ്റെ ഒരു ഓർഡറിൽ പറയുകയാണെങ്കിൽ യമുനോത്രി, ഗംഗോത്രി, കേദാർനാഥ്, ബദ്രിനാഥ്, ഇങ്ങനെ വേണമത്. നമ്മുടെ ഈ ശിവാലയ ഓട്ടം എന്നൊക്കെ പറയുന്ന പോലെ കൃത്യമായിട്ടൊരു രീതികളുണ്ട്. യമുനോത്രിയിൽ തുടങ്ങി ഗംഗോത്രിയിലേക്ക് ചെന്ന് കേദാർനാഥിലെത്തി ബദ്രിനാഥിൽ അവസാനിക്കുന്ന 4 മഹാക്ഷേത്രങ്ങളിലേക്കുള്ള ചാർധാം യാത്ര ആണ് ഈ തീർത്ഥാടനം. സാധാരണഗതിയിൽ ഹൈന്ദവ ചാന്ദ്രമാസം അനുസരിച്ചാണ് ഇതിൻ്റെ യാത്രയുടെ തുടക്കവും അവസാനവും കണക്കാക്കപ്പെടുന്നത്. 7 മാസങ്ങൾ, ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് ഏതാണ്ട് 7 മാസങ്ങൾ നീളുന്നൊരു തീർത്ഥാടന പ്രക്രിയയാണിത്. കോടിക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തുകൊണ്ടേയിരിക്കും. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. സാധാരണഗതിയിൽ ഏപ്രിൽ പകുതിയോടുകൂടി, ഈ വർഷം ഏപ്രിൽ 19 തുടക്കം കുറിച്ച് നവംബറോടുകൂടി അവസാനിക്കുന്നത്, ഈ വർഷം നവംബർ പകുതിയോടുകൂടി അവസാനിക്കുന്ന രീതിയിലാണ് ചാർധാം യാത്ര നടക്കുന്നത്. ആ ചാർധാം യാത്രയ്ക്ക് നേരെ അത് പല വഴികളിലൂടെ അവരിങ്ങനെ നിരനിരയായി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഉത്തരാഖണ്ഡിലൊക്കെ ആകുമ്പോൾ പലയിടത്തും വാഹനങ്ങൾ ചെല്ലാത്തിടത്ത് കാൽനടയായി തീർത്ഥാടകർ നിരനിരയായി പോകുന്നതൊരു സ്ഥിരം കാഴ്ചയാണ് ഈ മാസങ്ങളിൽ, ഈ 7 മാസങ്ങളിൽ. അപ്പോൾ പല ഗലികളുണ്ടല്ലോ, ഈ ഗലി എന്ന് പറയുന്നത് നമ്മുടെ തെരുവുകൾ, ഇരുവശത്തും വീടുകളുള്ള ഗലികളിലൂടെയും ഈ യാത്ര നീളാറുണ്ട്. ആ ഗലികളിൽ പലതിൻ്റെയും ഇരുവശങ്ങളിലും താമസിക്കുന്നത് ഈ ജിഹാദികളാണ്. ആ ജിഹാദികൾ ഈ ചാർധാം യാത്രയ്ക്ക് നേരെ ആക്രമണം നടത്തുവാനായി വീടുകളുടെ മുകളിൽ, പലതും 1 നില കെട്ടിടങ്ങളും 2 നില കെട്ടിടങ്ങളും, അതിനപ്പുറത്തേക്ക് ഉയരമുള്ള കെട്ടിടങ്ങളില്ല. ആ കെട്ടിടങ്ങളുടെ മട്ടുപ്പാവിൽ ഇഷ്ടികകൾ, വലിയ കല്ലുകൾ, ഈ കോൺക്രീറ്റ് ബ്ലോക്കുകളൊക്കെ സംഭരിച്ച് വെച്ചിരിക്കുന്നത് ഉത്തരാഖണ്ഡ് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഡ്രോൺ പരിശോധനയിലാണ് ആ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 9 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശമെന്നുള്ളതും വെളിവായിട്ടുണ്ട്. ആ ചാർധാം യാത്രയ്ക്ക് നേരെ കല്ലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുക. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കാം. ഡൽഹി കലാപത്തിൻ്റെ കാലത്ത് ഒരു ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലർ ഉൾപ്പെടെയുള്ള ജിഹാദികൾ വീടുകളുടെ മുകളിൽ ആസിഡ് ടാങ്കുകൾ നിറച്ച്, വലിയ ഒരു 15 ലിറ്ററിൻ്റെ വെള്ളക്കുപ്പി കണ്ടിട്ടില്ലേ, വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്ന കുപ്പി, അതുപോലെ ആസിഡ് സംഭരിക്കുവാൻ ശേഷിയുള്ള കണ്ണാടി കുപ്പികളിൽ ആസിഡുകൾ വരെ സംഭരിച്ച് ഇത്തരത്തിൽ കല്ലുകളുമൊക്കെ നിറച്ച് മട്ടുപ്പാവുകൾ നിറച്ചിരുന്നു ഇത്തരത്തിലൊരു ആക്രമണ സന്നദ്ധതയ്ക്ക് വേണ്ടി, കലാപത്തിന് വേണ്ടി. വലിയ തെറ്റാലികൾ, ഈ റബ്ബർ ട്യൂബുകൾ ഇരുവശത്തും കമ്പികളിൽ വലിച്ചു കെട്ടി വലിച്ചു വിടാനുള്ള കവണകളുണ്ടല്ലോ, അത്തരത്തിലുള്ള കവണകൾ പോലും സജ്ജമാക്കി വെച്ചിരുന്നു. കാരണം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കാതെ മാരകമായ ആക്രമണം നടത്തുവാനുള്ള കൃത്യമായ ആസൂത്രണത്തോടു കൂടി നടപ്പാക്കിയ പദ്ധതി, അതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു ഉത്തരാഖണ്ഡിൽ കണ്ടത്. അവർ പിടിയിലായത്. ഈ ചാർധാം യാത്രയെ ഇപ്പോൾ ഇവരെന്തിനാണ് ഈ തീർത്ഥാടനത്തിന് ലക്ഷ്യം വെച്ചത് എന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ജിഹാദികൾക്ക് പൊതുവെയുള്ള ഭാരതവിരുദ്ധത. രണ്ടാമത്തേത്, ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ മദ്രസ ബോർഡ് ഈ കഴിഞ്ഞ ദിവസത്തോടുകൂടി ഇല്ലാതായിരിക്കുന്നു. അതിൻ്റെ നിയമപരമായിട്ടുള്ള സാധുത ഉത്തരാഖണ്ഡ് സർക്കാർ എടുത്തു കളഞ്ഞിരിക്കുന്നു. മതവിദ്യാഭ്യാസം എന്നുള്ളത് സർക്കാർ ചിലവിൽ വേണ്ട. രണ്ടാമത്തേത്, കുട്ടികൾക്ക് മതവിദ്യാഭ്യാസമല്ല പ്രധാനം,
അടിസ്ഥാന വിദ്യാഭ്യാസം, ഒരു പൊതു ഇടങ്ങളിൽ, പൊതു മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള വിവരവും വിജ്ഞാനവും അവർക്ക് പകർന്നു നൽകുന്ന പൊതുവിദ്യാഭ്യാസമാണ് അവർക്ക് വേണ്ടത് എന്നുള്ള തീരുമാനത്തിൽ മദ്രസ ബോർഡിൻ്റെ പ്രസക്തി സമൂഹത്തിൽ ഉത്തരാഖണ്ഡ് സർക്കാർ ഇല്ലാതാക്കി കഴിഞ്ഞ ദിവസത്തിൽ നിയമപരമായി തന്നെ. അതിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായിട്ട് ആണ് ഇവർ ഈ ആക്രമണത്തിന് മുതിർന്നത്. ഇത്തരത്തിലുള്ളൊരു നടപടി മുന്നിലോട്ട് വരുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഡൽഹി കലാപത്തിൻ്റെ കാര്യം മുതൽ ആദ്യം എടുത്തു പറഞ്ഞത്, രാജ്യത്ത് ഏതെങ്കിലും ഒരു നിയമം അവർക്കെതിരാണ് എന്നവരങ്ങ് തീരുമാനിച്ചാൽ എതിര് തന്നെയാണ്. അത് എന്തുകൊണ്ടാകുന്നു എന്നുള്ളതിൻ്റെ കാര്യം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിലേക്ക് വരാം. രാജ്യത്ത് ഏതെങ്കിലും ഒരു നിയമത്തിനെതിരെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനം അവർ രണ്ട് രീതിയിൽ കാട്ടും. അവരുടെ ഈ മോഡറേറ്റ്, ഞങ്ങൾ സമാധാനപ്രിയരാണ് എന്ന് വാദിക്കുന്നവർ കോടതികളെ സമീപിക്കും. കോടതികളിൽ ഈ നിയമത്തിൻ്റെ ഒരു പരിവർത്തനം അല്ലെങ്കിൽ നിയമത്തിൻ്റെ എടുത്തുകളയൽ, അതിനെ ചോദ്യം ചെയ്ത് അവർ സമർപ്പിക്കുന്ന ഹർജികൾ മിക്കവാറും തള്ളപ്പെടാനാണ് സാധ്യത എന്നവർക്ക് കൃത്യമായിട്ടറിയാം. രണ്ടാമത്തെ കൂട്ടർ, ഞങ്ങൾ ഭീകരവാദികൾ തന്നെയാണ്, തീവ്ര ഇസ്ലാമിസ്റ്റുകളാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ, തെരുവിൽ അക്രമം കാണിച്ച് ഒരു സമാധാനപരമായ പ്രതിഷേധം എന്നുള്ള രീതിയിൽ തുടങ്ങി സംഘടിതമായി ആസൂത്രിതമായി ഹിന്ദുക്കളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന രീതി, ഹിന്ദുക്കളുടെ ഗ്രഹങ്ങളാകട്ടെ, അവരുടെ വ്യവസായ സ്ഥാപനങ്ങളാവട്ടെ, കച്ചവട സ്ഥാപനങ്ങളാവട്ടെ, കൊച്ചു കൊച്ചു കടകളാകട്ടെ, എന്തിനും നേരെ തിരഞ്ഞു പിടിച്ച് ലക്ഷ്യം വെച്ച് ആക്രമിച്ച്, ഈ നിയമം നടപ്പാക്കിയാലും ഇല്ലെങ്കിലും, ഈ നിയമം ചോദ്യം ചെയ്യപ്പെടുന്ന ഹർജി വിജയിച്ചാലും ഇല്ലെങ്കിലും, ഈ കലാപം കഴിയുമ്പോഴേക്കും ഒരു പ്രത്യേക ഏരിയയിൽ നിന്ന് ഹിന്ദുക്കളെ പലായനം ചെയ്യിപ്പിച്ച് അവിടെ അവർ കുടിയേറി ആധിപത്യം സ്ഥാപിച്ചിരിക്കും. കൃത്യമായ ആസൂത്രണത്തോടുകൂടി നടപ്പാക്കപ്പെടുന്ന പദ്ധതിയാണിത്. ഇതിൻ്റെ പ്രതിഫലനം ഉത്തരാഖണ്ഡിലേക്ക് എത്തുമ്പോൾ അവരുടെ വീടുകളുടെ ഇടയിലൂടെ ഈ തീർത്ഥാടനം നടക്കുമ്പോൾ അതിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. എന്തായിരിക്കും ഫലം? മദ്രസ ബോർഡ് നിങ്ങൾ റദ്ദ് ചെയ്തു. നിങ്ങളുടെ തീർത്ഥാടനം വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി ഒരു തടസ്സവുമില്ലാതെ, ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും തടസ്സമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ഭക്തന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തി പങ്കെടുക്കുന്ന ഇത്തരമൊരു തീർത്ഥാടനം ഞങ്ങൾ തടസ്സപ്പെടുത്തി, അല്ലെങ്കിൽ അതിന് നേരെ ആക്രമണം നടത്തി എന്നുള്ളൊരു മഹിമാമണ്ഡനം എന്ന് പറയും. അത്തരത്തിലൊരു പ്രക്രിയ ചെയ്യാം എന്നുള്ളതാണ് ഇവരുടെ ഏക ലക്ഷ്യം. ഇത്തരത്തിലുള്ള ജിഹാദികൾ, ആലോചിച്ച് നോക്കൂ, ഈ കല്ലുകളെല്ലാം സ്വരുക്കൂട്ടി ഈ മാരകമായ ഒരു ആക്രമണത്തിന് തയ്യാറെടുത്തു നിന്ന ജിഹാദികൾ ഒരു ഐസിസിൻ്റെയും അൽഖ്വയ്ദയുടെയും അഫ്ഗാനിസ്ഥാനിലെയോ പാകിസ്ഥാനിലെയോ മറ്റേതെങ്കിലും ഭീകരവാദ സംഘടനകളുടെയോ ക്യാമ്പുകളിൽ പോയി പരിശീലനം നേടി വന്നവരല്ല. ഒരുപക്ഷെ ഇതെല്ലാം ആസൂത്രണം ചെയ്ത് അതിൻ്റെ ഒരു മാർഗരേഖ, ആക്രമണത്തിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കിയവർ പരിശീലനം ലഭിച്ചവരായിരിക്കാം. പക്ഷേ അതിനുപയോഗിക്കുന്ന വ്യക്തികൾക്കൊന്നും കൃത്യമായ ഒരു പരിശീലനവും ലഭിച്ചിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഈ അറസ്റ്റ് ചെയ്ത 9 പേരിൽ ഒരു 8 പേരെങ്കിലും സാധാരണക്കാരായ ഉത്തരാഖണ്ഡ് നിവാസികളായിരിക്കും. അവരുടെയൊക്കെ മനസ്സിൽ കൃത്യമായിട്ട് ഇത്തരത്തിലൊരു ആക്രമണം നമ്മൾ പദ്ധതിയിട്ടിരിക്കുന്നു, അതിനെ ചോദ്യം ചെയ്യാൻ പോലും മുതിരാതെ, എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വേണമോ, അത് മോശമല്ലേ എന്നുള്ള ചോദ്യം പോലും ഒരു നിമിഷം പോലും മനസ്സിലൂടെ കടന്നു പോകാതെ ഇത്തരത്തിലൊരു ആക്രമണത്തിന് ഈ സാധാരണ ഉത്തരാഖണ്ഡ് നിവാസികൾ, ഡൽഹി നിവാസികൾ, ഉത്തർപ്രദേശ് നിവാസികൾ, ബീഹാർ നിവാസികൾ, പശ്ചിമ ബംഗാൾ നിവാസികളുടെ ഇടയിൽ നല്ലൊരു ശതമാനം ബംഗ്ലാദേശികളും ഉണ്ടായിരുന്നെന്ന് കരുതിക്കോളൂ. മമതയുടെ കെട്ടഭരണം നിലനിൽക്കുന്ന കാലം വരെ എല്ലാ പ്രദേശങ്ങളിലും ഇവർ ഒരു നിമിഷം പോലും യാതൊരു സങ്കോചവും പ്രകടിപ്പിക്കാതെ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ്? അതിന് മതം മാത്രമാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അടിസ്ഥാനപരമായിട്ട് ലോകത്ത് ഈ സർവമത സമഭാവന എന്നുള്ളൊരു വികാരമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ആശയമുണ്ടല്ലോ. അടിസ്ഥാനപരമായിട്ട് ഇത്തരത്തിലൊരു മതം, ഞങ്ങളുടെ മതമാണ് ശരി, ഞങ്ങളുടെ മതം മാത്രമാണ് ശരി, മറ്റെല്ലാം തെറ്റാണ്, മറ്റെല്ലാം നശിപ്പിക്കപ്പെടേണ്ടതാണ്, ഇത്തരത്തിലുള്ള 4 ആശയങ്ങൾ ഉൾക്കൊണ്ട് അത് അടിസ്ഥാന ശിലയാക്കി അതിന് മുകളിൽ കെട്ടിപ്പടുത്തിയ ഒരു മതം നിലനിൽക്കുന്നിടത്തോളം കാലം സർവമത സമഭാവന എന്നുള്ള ഒരു ആശയം അടിസ്ഥാനപരമായി ഹിന്ദുക്കളെ, പ്രത്യേകിച്ച് നൂറ്റാണ്ടുകളോ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളോ ആയി നിലനിൽക്കുന്ന യാതൊരു ക്ഷതിയും സംഭവിക്കാതെ അധിനിവേശ ശക്തികൾ, പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റുകൾ നശിപ്പിച്ച് തായ്വേരറുത്ത് കരിച്ച് കടലിൽ കലക്കുവാൻ ശ്രമിച്ചിട്ടും വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്ന് പൂർവ്വപ്രൗഢിയോടും അതിനപ്പുറത്തേക്കുള്ള ശോഭയിൽ നിലനിൽക്കുന്ന സനാതനധർമ്മത്തെ നശിപ്പിക്കുവാനുള്ള മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ്, അല്ലെങ്കിൽ മാർഗങ്ങളുടെ ഒരു മറ മാത്രമാണ് ഈ സർവമത സമഭാവന, സെക്യുലറിസം എന്ന് അതിനെ വൃത്തികെട്ടൊരു ഭാഷയിൽ ഭരണഘടനയിലും ഇന്ദിരാഗാന്ധി എഴുതി ചേർത്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സെക്യുലറിസം എന്നുള്ളൊരാശയം നാം വെച്ച് പുലർത്തുന്നുണ്ട്, അവർ വെച്ച് പുലർത്തുന്നില്ല.
ബോത്ത് ആർ നോട്ട് സെയിം. രണ്ടും ഒന്നല്ല. നമ്മൾ വിചാരിക്കുന്ന മതം അല്ലെങ്കിൽ എല്ലാ മതങ്ങളും ഒരുപോലെയാണ്, എല്ലാ ഈശ്വരനും ഒരുപോലെയാണ് എന്നുള്ള ചിന്ത അവർക്കില്ല. എനിക്ക് എൻ്റെ മുറിയിൽ പൂജാമുറിയിൽ മക്കയുടെ ഒരു പടം വയ്ക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. കാരണം അതും ഒരു ദൈവമാണെങ്കിൽ എനിക്ക് ആ ദൈവത്തെയും ആരാധിക്കാം. പക്ഷേ അവർക്കത് സാധ്യമല്ല. അവരെ പഠിപ്പിച്ചിരിക്കുന്നത്, കുട്ടിക്കാലം മുതലുള്ള അവരുടെ മതവിദ്യാഭ്യാസം അവരെ പഠിപ്പിക്കുന്നത്, നിന്നോട് ഞങ്ങൾ പറയുന്ന ദൈവമാണ്, അള്ളാഹു മാത്രമാണ് സത്യം, മറ്റെല്ലാ ദൈവങ്ങളും അസത്യങ്ങളാണ് എന്ന് മാത്രമല്ല പാപികളുമാണ്. ഇങ്ങനെ പഠിപ്പിക്കുന്ന മറ്റ് മതക്കാരെല്ലാം നരകത്തിൽ പോകേണ്ടവരാണ്. ഇത്തരത്തിലുള്ള വിശ്വാസം തങ്ങളുടെ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശിലയായി കൊണ്ടു നടന്ന് അത് രക്തത്തിൽ അലിയിച്ച് കൊണ്ടു നടന്ന് മറ്റ് മതങ്ങളിലുള്ളവർ നരകത്തിൽ പോകേണ്ടവരാണ് എന്ന് മാത്രമല്ല അവരെ ആ നരകത്തിലേക്ക് അയക്കുവാനുള്ള ജോലി നമ്മുടേതാണ്. അങ്ങനെയുള്ള ജോലി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അതിന് നമുക്ക് പ്രതിഫലം തരുമെന്നുള്ള മനോഭാവവുമായി ജീവിക്കുന്നവരോട് സർവമത സമഭാവനയുമായി സമീപിക്കുന്നവരെയാണ്, അല്ലെങ്കിൽ അവരോട് അത്തരത്തിലുള്ളൊരു മനോഭാവം വെച്ച് പുലർത്തുന്നവനെ പോലെ ഒരു വിഡ്ഢി ലോകത്തുണ്ടാവില്ല. ഞാനും നിങ്ങളുമൊക്കെ ഏതെങ്കിലും ഒരു അവസരത്തിൽ അത്തരത്തിലൊരു വിഡ്ഢിത്വം എന്ന പുകമറയ്ക്കുള്ളിൽ പെട്ടുകിടന്നിരുന്നവരാണ്. ചിലരെങ്കിലും പുറത്തു വന്നു, പലരും ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടുകിടക്കുന്നു. ആ പെട്ടുകിടക്കുന്നവരൊരിക്കലും പുറത്തു വരാതിരിക്കുവാൻ വേണ്ടി ഈ ഇസ്ലാമിസ്റ്റുകളെ സഹായിക്കുവാനുള്ള പരിസരങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സഹായ സാമഗ്രികൾ, അനുസാരികൾ ഒരുക്കുന്നതിനായി ഈ ജിഹാദികളുടെ സംഘടിതമായ സമ്മതിദാനാവകാശം കൊതിച്ച് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം ഒരുപോലെ അവർക്ക് വിടുപണി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഹരിദ്വാറിൽ യാത്രയ്ക്ക് നേരെ ഹരിദ്വാർ ചാർധാം യാത്രയ്ക്ക് നേരെ ആസൂത്രണം ചെയ്യപ്പെട്ടിരുന്ന ഈ ഒരു പദ്ധതി അവസാനത്തെ മുന്നറിയിപ്പാണ് എന്ന് ഞാൻ പറയുന്നില്ല, ഏറ്റവും പുതിയ മുന്നറിയിപ്പാണ്. നമ്മുടെ ഇടയിൽ തന്നെ അവരുണ്ട്. ഒരു ഭീകരവാദ ട്രെയിനിങ് ക്യാമ്പിലും പോയി പരിശീലനം നേടാതെ ഭീകരവാദികളായി തന്നെ എപ്പോൾ വേണമെങ്കിലും പരിവർത്തനം ചെയ്യപ്പെടാവുന്ന രീതിയിലുള്ള മനസ്സുകൊണ്ട് നടക്കുന്നവർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അവരെ തിരിച്ചറിയുവാനുള്ള ഏറ്റവും പുതിയ മുന്നറിയിപ്പ് മാത്രമാണ് ഈ ചാർധാം യാത്രയ്ക്ക് നേരെ ആസൂത്രണം ചെയ്യപ്പെട്ട ഭീകരവാദ പദ്ധതി അല്ലെങ്കിൽ കലാപശ്രമം. ഖാലിസ്ഥാൻ ഭീകരവാദികളെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിശദമായി നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ വിശകലനം ചെയ്യാം. ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ ചാർധാം യാത്രയ്ക്ക് നേരെ ആസൂത്രണം ചെയ്യപ്പെട്ടിരുന്ന ഇപ്പോൾ പൊളിഞ്ഞുപോയ ഉത്തരാഖണ്ഡ് പോലീസ് ക്രിയാത്മകമായി പൊളിച്ചടുക്കിയ ഈ ഒരു കലാപശ്രമത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക, ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വീണ്ടും കാണാം. സംവാദങ്ങൾ തുടരട്ടെ. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.